ആ പറയട്ടെ. ഫോട്ടോ കോസ്റ്റ്യൂമിലാണ്, അത് ഉടൻ തന്നെ വരും. ഞാനിപ്പോൾ ഒരാഴ്ച മുന്നേ വിജയ് സാറിന്റെ മാനേജറിനെ വിളിച്ചിട്ടുണ്ടായി, അത് ഉടൻ തന്നെ വരും. കുറച്ചങ്ങനെ ഉണ്ട്. പിന്നെ ഞാനൊന്നും ഇട്ട്, അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്നും ഇട്ടാണ്. അതെല്ലാവരും കണ്ട അറിയാം, എഡിറ്റിംഗ് ആണ്, അതെല്ലാം മുന്നോട്ടാണ്. അതൊന്നും വിചാരിക്കേണ്ട, കോസ്റ്റ്യൂമിലാണ്, അവിടെ തന്നെ വരും. പടം ചെയ്യുന്നുണ്ട്, വലിയൊരു പടം ചെയ്യുന്നുണ്ട്. അതൊക്കെ സർപ്രൈസാണ്. ഇപ്പം അവർ വെളിയിൽ വിടരുതെന്ന് പറഞ്ഞൊക്കെ സർപ്രൈസ് ആക്കി വെച്ചിരിക്കുന്നത്. വിജയ് സാറിന്റെ കൂടെ കാണാമോ തിയേറ്ററിൽ? ബാക്കി ദൈവത്തിൻ്റെ ഒരു 85% എനിക്ക് ഉറപ്പുണ്ട്, ബാക്കി 15% എനിക്കില്ല. ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ. എല്ലാവരും ഫോട്ടോ ഇട്ടുകൊണ്ട് നടന്നുകൊണ്ട് മാത്രം ഞാൻ വിജയ് സാറിനെ കണ്ടുന്നല്ല. ഞാൻ ജനിച്ചപ്പോൾ എഴുതിയ നിയോഗങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ചോദിക്കും ഞാൻ ആരാണ് ഏട്ടാന്ന് ഞാൻ പിന്നെയും ചോദിക്കും. ഓരോരോ ഇത് നടക്കുമ്പോഴും സ്വപ്നം പോലെയാണ് എനിക്ക് കാണും. ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ബേട്ടാ കൊല്ലംകാരൻ എനിക്ക് എല്ലാ നാട്ടിൽ പോലും എല്ലാവരും തിരുവനന്തപുരം പറഞ്ഞാൽ എനിക്ക് അത്ര ഇതാണ്. തിരുവനന്തപുരത്ത് മൻസൂറാണ് എന്നെ ആദ്യമായിട്ട് എന്നെ കൈപിടിച്ച് അത്രയും സപ്പോർട്ട് ചെയ്ത്. അപ്പോൾ കൊല്ലംകാർ പറഞ്ഞാൽ എനിക്ക് എല്ലാ നാട്ടിലും എല്ലാവരും ഇഷ്ടമാണ്. തിരുവനന്തപുരം കൊല്ലം പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ്. എല്ലാ ജില്ലയിലും ഫാൻസ് ഉണ്ടല്ലോ. ഫാൻസ് അല്ല, അനിയന്മാര് ഏട്ടന്മാര് അങ്ങനെയാണ്, അച്ഛനമ്മമാര് ഉണ്ണിമാര് അങ്ങനെ. തമിഴ്നാട്ടിൽ ഇപ്പോഴുള്ള ആ ഫാൻസുകാരുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അയ്യോ ഒന്നും പറയാൻ പറ്റില്ല. കേരളവും തമിഴ്നാടും കട്ടയ്ക്ക് എനർജിയോടെ പോസിറ്റീവായി നിന്നിട്ട് എല്ലാവരും ഇളയ തലവതിയാണ് ഫോട്ടോ ഇട്ട് നടന്നു കഴിഞ്ഞപ്പോൾ എല്ലാം നമ്മുടെ വിജയ് സാർ നമ്മുടെ തലവതിയാണെൻ്റെ ഒരു ഇതാണ്. ഇപ്പോൾ ഞാൻ ചാൻസ് ചോദിച്ച പടത്തിന് പോലും ഒന്നുമില്ല പറഞ്ഞു എന്ന് നമ്മുടെ തലവതിയണ്ണൻ വിജയണ്ണൻ്റെ കൈ എൻ്റെ തോളിൽ വന്നോ. ഉണ്ണിക്കണ്ണൻ 4ാം ക്ലാസ്സുകാരൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. എല്ലാവരും ചോദിച്ചു വിജയണ്ണൻ എന്ത് എന്ന്. വിജയണ്ണൻ തന്ന ഈ ഉണ്ണിക്കണ്ണൻ ഈ 4ാം ക്ലാസ്സുകാരനെ എന്നെ ജീവിതം തന്നെ മാറ്റിമറിച്ചു വിജയണ്ണൻ. അതാണ് വിജയണ്ണൻ്റെ പവർ. ആ തന്നിരുന്നു, വിജയ് സാർ ആപ്പിൾ തന്നിരുന്നു. ആ വീട്ടിൽ പോയി വീട്ടിൽ മുറിച്ച് പെങ്ങൾക്ക് വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. വീട്ടിലും അച്ഛനും അമ്മയും പെങ്ങളുടെ കൊച്ചിനൊക്കെ കൊടുത്തു. എല്ലാവരും ഹാപ്പിയായി. മലയാള സിനിമയിലേക്ക് മലയാളം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വലിയൊരു നടൻ്റെ പടം ചെയ്തുകൊണ്ടിരിക്കും, വലിയൊരു നടൻ്റെ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോയ നാളെ ഇപ്പോൾ കോളേജ്, അത് കഴിഞ്ഞാൽ പുതിയൊരു പടത്തിന് ജോയിൻ ചെയ്യാൻ പോകണം. ആ വരുന്നുണ്ട്. അതെ. പിന്നെ ഒരു ആഗ്രഹമുണ്ട്, വിജയണ്ണൻ്റെ കൂടെ അഭിനയിക്കണം, സിനിമ ചെയ്യണം. പിന്നെ ബിഗ് ബോസിന് ഒരു ആഗ്രഹമുണ്ട്, നടക്കുമെന്ന് അറിയാം. നമ്മൾക്ക് 4ാം ക്ലാസ് വരുന്നല്ലേ.